അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിപ്പോട്ടോ. ഞാൻ ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചു, ദൈവമേ നമ്മുടെ റോസയൊക്കെ മുട്ടിട്ട് നിൽപ്പുണ്ടല്ലോ, അപ്പോൾ പോയി ഇന്ന് കണ്ടിട്ടേ കുറച്ച് നേരം അവളെ ഇന്ന് പുനരിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ എൻ്റെ ചെടിയൊക്കെ കണ്ട് അതുവഴിയൊക്കെ ഒന്ന് നടന്ന ശേഷമാണ് ഞാൻ വിചാരിച്ചത്, ചെടിക്ക് വെള്ളം ഒഴിക്കണമല്ലോ എന്ന്. അപ്പോൾ ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചെടീനെയൊക്കെ ഒന്ന് നോക്കി സന്തോഷമായി. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് ഗൈസ്. എത്ര നാളായില്ല വീട്ടിലോട്ടൊക്കെ വന്ന് ചെടിയൊക്കെ കണ്ട് അപ്പം അമ്മ ഇതൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ നമുക്ക് സമാധാനം ഉണ്ട് കേട്ടോ, സന്തോഷമുണ്ട്. കുറേ കഷ്ടപ്പെട്ട് വളർത്തിയ ചെടികളാണ്. കാരണം ചെടി എനിക്കൊന്ന് കോവിഡ് ടൈമിലാട്ടോ ഗൈസ് ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇൻഡോർ പ്ലാന്റ്സിൻ്റെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കൊണ്ട് നട്ട ചെടികളാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു വീട്ടിൽ. ഒരു ചെടിയുടെ തന്നെ വലിയ ശേഖരം അങ്ങനെ പറയാം. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ ആണ്ടിന് സംക്രാന്തിക്കല്ലേ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ കുറേ ചെടികളൊക്കെ പോയി. പിന്നെ ഉള്ളതൊക്കെ അമ്മ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ കുറേ ചെടികളൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് മുറ്റമൊക്കെ ഒന്ന് നനച്ച ശേഷം അപ്പോൾ ഞാൻ വെച്ചത് ചായ ഇടാന്ന്. അങ്ങനെ ചായ ഇടാൻ അകത്ത് കയറിയ സമയത്താണ് ദൈവമേ നാളെ കൊണ്ടുപോകാനുള്ള നല്ല നാടൻ കാന്താരി നമ്മുടെ മുറ്റത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നാളെ കൊണ്ടുപോകാൻ വേണമല്ലോ. അപ്പോൾ കുറച്ച് പറിച്ച് വെക്കാമെന്ന് നോക്കിയപ്പോൾ ഉണ്ട് കിളി, അതായത് അതിൻ്റെ പഴുത്ത കാന്താരി നിൽപ്പുണ്ട്. അപ്പോൾ അത് വന്ന് കുത്തിക്കൊണ്ട് പോകണം. അപ്പോൾ ഞാൻ വേഗം പോയി കുറച്ച് പറിച്ച് അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്ന് രണ്ടെണ്ണം അവിടെ നിർത്തിയിട്ടുണ്ട്, അതുങ്ങളും കഴിച്ചോട്ടെ എന്ന് വെച്ച്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നല്ല നാടൻ കാന്താരി ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ.